ഹലോ, ആദില നൂറ. കുറേ നേരമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളത്. കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ നോക്കി അവരെ അളന്ന് പെരുമാറുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് അവരെന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത്, എന്നോട് ഏത് രീതിയിലാണോ അവർ സംസാരിക്കുന്നത്, ആ രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അവിടെ അവരുടെ ജെൻഡറോ സെക്ഷുവാലിറ്റിയോ എനിക്ക് മാറ്ററല്ല. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നുമില്ല. ഒരു പക്ഷേ ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളിൽ പലരും എന്നോട് വന്ന് ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്, നീ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് നീ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും അല്ലേ എന്നുള്ളത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും വിചാരിക്കാം, അത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. ഞാൻ ഈ പറയുന്നത് എൻ്റെ മൈൻഡ് സെറ്റും എൻ്റെ അഭിപ്രായവുമാണ്. എനിക്കെല്ലാവരും ഒരുപോലെയാണ്. ഞാൻ അങ്ങനെയാണ് ഇത്രയും നാൾ എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത്. ഇവിടെ ആദിലയും നൂറയും ഇന്നലെ അക്ബറിൻ്റെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആദിലയുടെയും നൂറയുടെയും കൂടെ അധികം സംസാരിക്കുന്നത് അത് വേണ്ടാന്നുള്ളത്. അവരെന്ത് തെറ്റാ ഇവിടെ ചെയ്തേ? അവരൊരു ലെസ്ബിയൻ ആയിപ്പോയത് അവരുടെ തെറ്റാണോ? ഒരിക്കലും അല്ല. അവരങ്ങനെ ജനിച്ചത് അതൊരിക്കലും അവരുടെ തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ അമ്മമാരുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ഒരാളുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ അയാളുടെ ജെൻഡർ എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ജെൻഡർ എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ സെക്ഷുവാലിറ്റിയും അവിടെ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ? അവർ വളർന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായം ആവുമ്പോഴാണ് അവരുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നത്. അതിൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അവർ ഗേ ആണെങ്കിലും ലെസ്ബിയൻസ് ആണെങ്കിലും അത് അവരുടെ തെറ്റല്ല. അവർ ജനിച്ചപ്പോഴേ അങ്ങനെയാണ്. അതെന്നാണ് നമ്മുടെ സമൂഹം ഒന്ന് മനസ്സിലാക്കാൻ പോകുന്നത്? ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ കണ്ടു. ഒരു ലേഡി അവർ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മോൻ ബിഗ് ബോസ് കാണുന്നതാ. എൻ്റെ മോൻ വന്നിട്ട് അമ്മ അവർ സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ മറുപടി ഇല്ലായിരുന്നു എന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ മറുപടി ഇല്ലാതെ പോയത്? അത് നിങ്ങളുടെ കാഴ്ചപ്പാട് കൊണ്ടാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ മകൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാം, മോനെ ഇതാണ് അവരുടെ റിലേഷൻഷിപ്പ്, ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട്, ഇനി ഭാവിയിലോട്ട് ഇതുപോലെ ജീവിക്കുന്ന ആൾക്കാർ കാണും. അവരെ വെറുപ്പോടെയോ അല്ലെങ്കിൽ അറുപ്പോടെയോ കാണേണ്ട ആവശ്യമില്ല. അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്, അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ സംശയം അവിടെ തീരും. മറിച്ച് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്ന ആൾക്കാർ, മക്കളോട് എന്ത് പറയണം എന്നറിയത്തില്ല എന്ന് പറയുന്ന ആൾക്കാർ, ഇതൊക്കെ നിങ്ങളുടെ കുഴപ്പമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്താണോ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് അതാണ് അവർ ഫ്യൂച്ചറിൽ അവരുടെ ബേബീസിന് ഫീഡ് ചെയ്ത് കൊടുക്കാൻ നിൽക്കുക. നമ്മൾ ഇതൊക്കെ ഇവർക്ക് ഫീഡ് ചെയ്ത് നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ ഫ്യൂച്ചറിൽ അവരുടെ മക്കൾക്ക് നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, നിൻ്റെ മകനാണെങ്കിൽ നീ ഇത് പറഞ്ഞു കൊടുക്കൂ? ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്കതിലൊരു മടിയുമില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന പോലെ തന്നെ അവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അവരാരും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നോവിക്കാനോ വരുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക. ഈ സെക്ഷുവാലിറ്റിയും ജെൻഡറും വെച്ചിട്ടൊരു മനുഷ്യനെ കാണാതെ ആ വ്യക്തി ഒരു മനുഷ്യനായിട്ട് കണ്ടു നോക്ക്. അപ്പം ഈ വേർതിരിവൊന്നും വരത്തില്ല. നമ്മൾ ഈ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അതായത് തിരിച്ചറിയാനുള്ള പ്രായം ആവുന്നതിന് മുൻപ് നമ്മുടെ കൂടെ കളിക്കുന്ന ആൾക്കാരാണെങ്കിലും സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണെങ്കിലും അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്, കൂട്ടുകാരാണ്. പക്ഷേ എന്നവർ ജെൻഡർ തിരിച്ചറിഞ്ഞ് അവരുടെ ഒരു പ്രായം എത്തി, അവരൊരു ചിന്തിക്കാനുള്ള പ്രായം എത്തുന്നോ
ആ നിമിഷം മുതൽ ഇത്രയും കാലം നമ്മുടെ കൂടെ കളിച്ച് വളർന്ന ആൾക്കാരെ നമ്മൾ വെറുക്കുന്നു. എന്തിന്? നമ്മുടെ അമ്മമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, 10 മാസം ഞാൻ ചുമന്ന് പ്രസവിച്ചിട്ടാണ് നീ ഉണ്ടായതെന്നുള്ളത്. അങ്ങനെ ചുമന്ന് പ്രസവിച്ച മകളെ അല്ലെങ്കിൽ മകനെ അവരിങ്ങനെയാണ് എന്നറിയുമ്പോൾ എങ്ങനെ അവരെ വെറുക്കാനും തള്ളിക്കളയാനും പറ്റുന്നു? സ്വന്തം കുടുംബത്തിൽ അവരെ ആദ്യം അംഗീകരിച്ചാൽ മാത്രമേ സമൂഹം അവരെ അംഗീകരിക്കൂ. സ്വന്തം കുടുംബത്തിൽ അംഗീകരിക്കാത്ത അത്രയും കാലം സമൂഹം അവരെ അംഗീകരിക്കത്തില്ല. പിന്നെ അവർ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ഇന്ത്യയിൽ നടക്കുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ പുറം കാലങ്ങളിലൊക്കെ നടക്കാറുണ്ട്. ചില ആൾക്കാരുടെ ലൈഫ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളൊരു ഗേ ആണെന്നറിയുമ്പോൾ, ലെസ്ബിയൻ ആണെന്നറിയുമ്പം ആദ്യം അവർ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ ഈ പ്രേതം കൂടിയെന്നോ ശൈത്താൻ കൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് ബാധ ഒഴിപ്പിക്കാൻ കൊണ്ടുപോകുന്നൊക്കെ. എന്നാണ് ഇത് ബാധ കൂടിയതല്ലാന്നോ അല്ലെങ്കിൽ ശൈത്താൻ കൂടിയതല്ലാന്നോ അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തായതല്ലാന്നോ എന്നുള്ളത് മനസ്സിലാക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരാൾക്കാരാണെന്നറിയുമ്പോൾ അവരെ മാക്സിമം ഉപദ്രവിച്ച് തല്ലി ചതച്ച് പൂട്ടിയിട്ട് പട്ടിണിക്കിട്ട് ഇത്രയും ക്രൂരതകൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ പേടിച്ചിട്ട് എൻ്റെ താഴെ നിൽക്കുന്ന ആൾക്കാരുടെ ഭാവി പോവോ, സെക്ഷുവാലിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ തെറി വിളിക്കോ വീട്ടുകാർ തെറി വിളിക്കോ എന്ന് പറഞ്ഞിട്ട് മരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്നറിയോ? എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, കുടുംബത്തിൻ്റെ അഭിമാനം അല്ലെങ്കിൽ എൻ്റെ താഴെ നിൽക്കുന്ന ആൾക്കാരുടെ ഭാവിയില്ലായ്മ. അവർക്കൊരു ജീവിതമുണ്ട്, അതാണ് അവർ ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ ഒരു ആണിനെയോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഒരിക്കലും സക്സസ് ആവത്തില്ല. പിന്നെ ആൾക്കാരുടെ മുന്നിൽ അഭിനയിക്കാം, ഞാൻ എൻ്റെ ഈ ലൈഫിൽ ഹാപ്പിയാണ്, അത്രേ അവർക്ക് പറ്റത്തുള്ളൂ. ഇതൊന്നും ആരും മനസ്സിലാക്കത്തില്ല. അവരുടെ പെയിൻസ്, അവരുടെ ഫീലിങ്സ്, അവരുടെ കാര്യങ്ങൾ ഇതൊന്നും ആർക്കും അറിയണ്ട. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റായിട്ട് വിചാരിക്കരുത്. കാരണം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. പറ്റുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ അടുത്ത് ഇവരെന്താണെന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അവരെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അവരുടെ തലമുറയിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇൻ ഫ്യൂച്ചർ ഇങ്ങനെയുള്ള ആൾക്കാരെ അവരെങ്കിലും ഒന്ന് അംഗീകരിച്ചോട്ടെ. അതുകൊണ്ടാണ്. ശരി എന്നാൽ, ടാറ്റാ.